ശ്രീമദ് ഭാഗവതത്തിലെ പ്രഥമ സ്കന്ധം 11-ാമത്തെ അധ്യായത്തിലെ 36-ാമത്തെ ശ്ലോകമാണ്. ഉദ്ദാമഭാവപിശുനാമനവൽഗുഹാസവ്രീഡാവലോകനിഹതോ മദനോപിയാസാം സമ്മോഹ്യ ചാപമജഹാൽ പ്രമദോത്തമാസ്താഹ യസ്തേന്ദ്രിയം വിമഥിതും കുഹകൈർനശേകോം. ഭഗവാൻ 16,108 പത്നിമാരാണ്. അതിൽ ഓരോ പത്നിമാരെയും കടാക്ഷം ഏറ്റുകഴിഞ്ഞാൽ തന്നെ മഹാദേവൻ വരെ, കാമദേവനെ ഭസ്മാക്കിയ മഹാദേവൻ വരെ മോഹിച്ചു പോകും. അങ്ങനെയുള്ള ആ 16,108 പത്നിമാരുടെ ഒന്നിച്ചുള്ള കടാക്ഷ വിക്ഷേപങ്ങളോ അവരെ ആകർഷിക്കുന്നവരുടെ വാക്കുകളോ ഇതൊന്നും ശ്രീകൃഷ്ണ ഭഗവാന്റെ മനസ്സിനെ ചഞ്ചലപ്പെടുത്താൻ, ഇളക്കാൻ സാധിച്ചില്ല എന്ന് പറയുമ്പോൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള ഒരു ഭാവം, അതായത് ഒരു യോഗിയുടെ ഭാവം, യോഗീശ്വരൻ്റെ ഭാവമാണ് നമ്മൾക്ക് ഇതിൽ കൂടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതാണ് കാരണം ഭഗവാന്റെ മനസ്സിനെ ഒന്ന് ഇളക്കാൻ ഇവരാര് വിചാരിച്ചിട്ടും സാധിച്ചില്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. അത്യത്ഭുതമാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ വിജയം തന്നെ ഇതാണ്. ഏത് സാഹചര്യത്തിലും ഇളകാത്ത മനസ്സ് എന്നുള്ളതാണ്. ഹരേ കൃഷ്ണ.